നമസ്കാരം. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നുണ്ടോ? ഹിന്ദുവായതിന്റെ പേരിൽ അവർ ക്രൂശിക്കപ്പെടുകയാണോ? ബംഗ്ലാദേശിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണ് നമുക്ക് മുന്നിൽ കാണിക്കുന്നത്? അനവധി ചോദ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. നമുക്ക് വിശദമായിട്ട് ബംഗ്ലാദേശിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അടുത്തിടെ ഉണ്ടായ മാറ്റങ്ങൾ അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദു വിഭാഗത്തിന്റെ സുരക്ഷയെക്കുറിച്ച് വലിയ ആശങ്കകളാണ് ആഗോളതലത്തിൽ ഉയർത്തിയിരിക്കുന്നത്. ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് ശേഷം രാജ്യത്തുണ്ടായ ഭരണപരമായ ശൂന്യതയും ക്രമസമാധാന തകർച്ചയും ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കാൻ കാരണമായി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും അതുപോലെ തന്നെ മനുഷ്യാവകാശ സംഘടനകളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബംഗ്ലാദേശിലെ ഹിന്ദു കമ്മ്യൂണിറ്റി നേതാക്കളുടെയും ബംഗ്ലാദേശ് ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ യൂണിറ്റി കൗൺസിൽ പോലുള്ള സംഘടനകളുടെയും കണക്കുകൾ പ്രകാരം രാജ്യത്തെ 64 ജില്ലകളിൽ 50-ലധികം ജില്ലകളിലും ഹിന്ദുക്കൾക്കെതിരെ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വീടുകൾക്ക് തീയിടുക, വ്യാപാര സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുക, ക്ഷേത്രങ്ങൾ നശിപ്പിക്കുക തുടങ്ങിയ ക്രൂരമായ സംഭവങ്ങൾ പലയിടത്തും അരങ്ങേറിയതായി വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതായത് അവർക്കവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ നിലവിലുണ്ട് എന്ന് സാരം. അടുത്തിടെ ചിറ്റാഗോഗിലും ധാക്കയിലും നടന്ന വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും ഈ ഭയത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇസ്കോൺ പോലുള്ള സംഘടനകൾക്കെതിരെയുള്ള നീക്കങ്ങളും ഹിന്ദു പുരോഹിതനായ ചിന്മയ് കൃഷ്ണദാസിന്റെ അറസ്റ്റും വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ബംഗ്ലാദേശിൽ വഴിവെച്ചിരുന്നു. ഈ അറസ്റ്റിനെ തുടർന്ന് നടന്ന സംഘർഷങ്ങളിൽ ഹിന്ദുക്കൾ ലക്ഷ്യം വെക്കപ്പെടുന്നു എന്ന വാർത്തകൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിലും വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ തങ്ങൾ സുരക്ഷിതരല്ലെന്ന് തുറന്നു പറയുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പലരും അതിർത്തി കടന്ന് അഭയം തേടാൻ ശ്രമിക്കുന്നതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നു. എന്നാൽ ഈ അക്രമങ്ങളെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്നും അല്ലാതെ മതപരമായ വേട്ടയല്ലെന്നും ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗുമായി ബന്ധമുള്ളവരെയാണ് പ്രതിഷേധക്കാർ ലക്ഷ്യം വെക്കുന്നത് എന്നും അതിൽ ഹിന്ദുക്കളും ഉൾപ്പെടുന്നു എന്നുമാണ് ഇടക്കാല സർക്കാരിന്റെ വിശദീകരണം. യുഎസ് സർക്കാരിന് ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാനായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. എങ്കിലും വസ്തുതാപരമായ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അതീവ ഗുരുതരമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ന്യൂനപക്ഷ സംരക്ഷണത്തിനായി ഉറപ്പുകൾ നൽകുന്നുണ്ട് എങ്കിലും പ്രായോഗികമായി അത് എത്രത്തോളം ഫലപ്രദമാകുന്നു എന്നത് വലിയ ചോദ്യം തന്നെയാണ് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം. അന്താരാഷ്ട്ര സമൂഹം, പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭയും മനുഷ്യാവകാശ സംഘടനകളും ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നത് സർക്കാരിന്റെ പ്രാഥമിക ഉത്തരവാദിത്തമാണ് എന്നിരിക്കെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ നിലവിലെ അവസ്ഥ അത്യന്തം ഉത്കണ്ഠാജനകമാണ് എന്ന് പറയാതെ വയ്യ. തീവ്രവാദ ഗ്രൂപ്പുകൾ ഈ രാഷ്ട്രീയ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നത് തടയാൻ കർക്കശമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ അവിടുത്തെ ഹിന്ദുക്കൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ സാധിക്കൂ എന്ന യാഥാർത്ഥ്യം ബംഗ്ലാദേശിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ സർക്കാർ മൗനം പാലിക്കുന്നു. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ നേരിടുന്ന പ്രതിസന്ധിയിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള നയതന്ത്ര ഇടപെടലുകൾ വളരെ ശക്തവും അതീവ ജാഗ്രതയോടെ ഉള്ളതുമാണ്. ഇന്ത്യ ഈ കാര്യത്തിൽ ചിന്തിക്കുന്നുണ്ട് എന്നർത്ഥം. ബംഗ്ലാദേശിൽ ഭരണമാറ്റം ഉണ്ടായ ഉടൻ തന്നെ അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനസുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ഹിന്ദുക്കളുടെയും മറ്റ് ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ മുൻഗണനയുള്ള വിഷയമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അയൽരാജ്യം എന്ന നിലയിൽ ബംഗ്ലാദേശിലെ അസ്ഥിരത ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെയും ബാധിക്കുമെന്നതിനാൽ വളരെ കൃത്യമായ ഇടപെടലുകളാണ് വിദേശകാര്യ മന്ത്രാലയം നടത്തി വരുന്നത്. ചിന്മയ് കൃഷ്ണദാസിന്റെ അറസ്റ്റിനെ തുടർന്നുണ്ടായ സംഘർഷങ്ങളും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചപ്പോൾ ഇന്ത്യ ഔദ്യോഗികമായി തന്നെ തങ്ങളുടെ ആശങ്ക ബംഗ്ലാദേശിനെ അറിയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നും ജനാധിപത്യപരമായ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും ഇന്ത്യ കർശനമായി ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. അന്താരാഷ്ട്ര വേദികളിലും ഈ വിഷയം ഉയർത്താൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. ബംഗ്ലാദേശിലെ സാഹചര്യങ്ങൾ നിരീക്ഷിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ച ഇന്ത്യൻ സർക്കാർ അതിർത്തിയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം തടയുന്നതിനോടൊപ്പം തന്നെ അവിടുത്തെ ഹിന്ദുക്കൾക്ക് സ്വന്തം രാജ്യത്ത് തന്നെ സുരക്ഷിതമായി കഴിയാനുള്ള സാഹചര്യം ഒരുക്കാൻ ബംഗ്ലാദേശ് സർക്കാരിന് മേൽ നയതന്ത്ര സമ്മർദ്ദം ചെലുത്തുകയാണ് ഇന്ത്യ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ത്യക്ക് ചെയ്യുന്നതിലും ഒരു പരിധിയുണ്ട്. കാരണം നമ്മുടെ രാജ്യത്തല്ല ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. കൂടാതെ അമേരിക്ക ഉൾപ്പെടെയുള്ള ആഗോള ശക്തികളുമായും ഐക്യരാഷ്ട്ര സഭയുമായും ഇന്ത്യ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നതും സത്യമാണ്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ട ആഗോള മനുഷ്യാവകാശ ലംഘനമാണെന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്.
ബംഗ്ലാദേശിന് നൽകി വരുന്ന സാമ്പത്തികവും സാങ്കേതികവുമായ സഹായങ്ങൾ തുടരുമ്പോഴും ന്യൂനപക്ഷ സംരക്ഷണം എന്ന ഉപാധിയിൽ ഇന്ത്യ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇപ്പോഴും പുലർത്തിപ്പോരുന്നത്. അയൽ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ ബഹുമാനിക്കുമ്പോൾ തന്നെ ഹൈന്ദവ സമൂഹത്തിന് നേരെയുള്ള അതിക്രമങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികവും രാഷ്ട്രീയപരവുമായ പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ്. അതിനാൽ നയതന്ത്ര ചർച്ചകളിലൂടെയും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളിലൂടെയും ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇന്ത്യ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്തെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ അവസ്ഥയെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ സങ്കീർണമായ ഒരു ചിത്രമാണ് ഇവിടെ തെളിയുന്നത്. പൊതുവെ പറയുകയാണെങ്കിൽ ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് ഒരു മതേതര നിലപാടാണ് ബംഗ്ലാദേശിൽ ഉയർത്തിപ്പിടിച്ചിരുന്നത് എന്നതാണ് സത്യം. ഈ കാരണത്താൽ തന്നെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദുക്കൾ, അവാമി ലീഗിനെ തങ്ങളുടെ സംരക്ഷകരായിട്ടാണ് നോക്കിക്കണ്ടിരുന്നത്. ഹസീനയുടെ കാലഘട്ടത്തിൽ ഭരണകൂടം ഔദ്യോഗികമായി ഹിന്ദു വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, സർക്കാരിന്റെ ഉയർന്ന തസ്തികകളിലും ജുഡീഷ്യറിയിലും പോലീസിലും ഹിന്ദുക്കൾക്ക് മുൻപത്തേക്കാൾ കൂടുതൽ പ്രാധാന്യവും പങ്കാളിത്തവും ലഭിച്ചിരുന്നു. ദുർഗാപൂജ പോലുള്ള ആഘോഷങ്ങൾ സർക്കാർ സഹായത്തോടെ വിപുലമായി ആഘോഷിച്ചിരുന്നതും ഹസീനയുടെ കാലത്തെ പ്രത്യേകതകളിൽ ഒന്നാണ്. അതായത് ഷെയ്ഖ് ഹസീന കുറച്ചുകൂടി മതേതരമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ നോക്കിക്കണ്ടത്. എന്നിരുന്നാലും ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലം ഹിന്ദുക്കൾക്ക് പൂർണ്ണമായും സുരക്ഷിതമായിരുന്നു എന്ന് പറയാൻ ഇവിടെ സാധിക്കുകയുമില്ല. ഹസീന അധികാരത്തിൽ ഇരുന്നപ്പോൾ തന്നെ 2012, 16, 21 വർഷങ്ങളിൽ ഹിന്ദുക്കൾക്കെതിരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ബംഗ്ലാദേശിൽ നടന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. 2021 ദുർഗാപൂജയ്ക്കിടെയുണ്ടായ വർഗീയ സംഘർഷങ്ങൾ ഇതിനൊരു വലിയ ഉദാഹരണമാണ്. തീവ്രവാദ ഗ്രൂപ്പുകളും പ്രതിപക്ഷമായ ജമാഅത്തെ ഇസ്ലാമും അവാമി ലീഗിനെ സമ്മർദ്ദത്തിലാക്കാൻ പലപ്പോഴും ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ കുറ്റവാളികളെ പിടികൂടുന്നതിലും അവർക്ക് ശിക്ഷ ഉറപ്പാക്കുന്നതിലും ഹസീന സർക്കാർ പലപ്പോഴും പരാജയപ്പെട്ടിരുന്നുവെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഭയന്ന് പല അക്രമ സംഭവങ്ങളിലും സർക്കാർ മൃദു സമീപനം സ്വീകരിച്ചുവെന്ന വിമർശനവും അക്കാലത്ത് വലിയ രീതിയിൽ പ്രചാരം നേടിയിട്ടുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ മുൻപത്തെ BNP ജമാഅത്തെ സഖ്യ സർക്കാരുകളുടെ കാലത്തെ അപേക്ഷിച്ച് ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ഹിന്ദുക്കൾക്ക് രാഷ്ട്രീയമായ ഒരു തണൽ ലഭിച്ചിരുന്നു എന്നത് സത്യമാണ്. എന്നാൽ പ്രാദേശിക തലത്തിൽ ആക്രമണങ്ങളും ഭൂമി കയ്യേറ്റങ്ങളും മതപരമായ വിവേചനങ്ങളും അപ്പോഴും നിലനിന്നിരുന്നു. ഹസീന അധികാരം ഒഴിഞ്ഞതോടെ ഉണ്ടായ സുരക്ഷാ വീഴ്ചയാണ് ഇപ്പോഴത്തെ അതിക്രമങ്ങൾക്ക് ആക്കം കൂട്ടിയത്. ഹസീനയുടെ കാലത്ത് ലഭിച്ചിരുന്ന ഭരണകൂടത്തിന്റെ ആ സംരക്ഷണം പെട്ടെന്ന് ഇല്ലാതായപ്പോഴാണ് ഇപ്പോഴത്തെ ഹിന്ദുവേട്ടയുടെ പ്രധാന കാരണം പോലും ജനിക്കുന്നത്. അവാമി ലീഗ് അനുകൂലികൾ എന്ന മുദ്രകുത്തി ഹിന്ദുക്കളെ വേട്ടയാടാൻ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഇതൊരു അവസരമായിട്ട് മാറുകയായിരുന്നു. അവർ ചെയ്യാത്ത കുറ്റത്തിനാണ് അവർ ആക്രമിക്കപ്പെട്ടത്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ 2001 തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ സംഭവ വികാസങ്ങൾ അത്യന്തം ഭയാനകമായിരുന്നു എന്നത് നമുക്ക് ചരിത്രത്തിന്റെ താളുകളിൽ വായിച്ചെടുക്കാം. ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് പരാജയപ്പെടുകയും ഗാൽസിയുടെ നേതൃത്വത്തിലുള്ള BNP ജമാഅത്തെ ഇസ്ലാമി സഖ്യം അധികാരത്തിൽ വരികയും ചെയ്ത ആ കാലയളവ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെ നടന്ന ഏറ്റവും വലിയ അക്രമ പരമ്പരകൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. അവാമി ലീഗിനെ പിന്തുണച്ചു എന്ന് ആരോപിച്ച് ഹിന്ദു ഗ്രാമങ്ങൾ കൂട്ടത്തോടെ ആക്രമിക്കപ്പെടുകയും വീടുകൾ കൊള്ളയടിക്കുകയും വ്യാപകമായ ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും അരങ്ങേറുകയും ചെയ്ത കാലഘട്ടം കൂടിയാണിത്. ഈ അക്രമങ്ങളെ കുറിച്ച് പഠിക്കാൻ പിന്നീട് വന്ന ഹൈക്കോടതി കമ്മീഷൻ റിപ്പോർട്ടിൽ BNP നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇതിൽ നേരിട്ട് പങ്കാളികളാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 2001 ഈ കറുത്ത അധ്യായമാണ് ഷെയ്ഖ് ഹസീനയെ ഹിന്ദുക്കളുടെ ഏക ആശ്രയമായി മാറ്റിയത്. ഹസീനയുടെ 15 വർഷത്തെ ഭരണകാലത്ത് ഹിന്ദുക്കൾക്ക് ഭരണഘടനാപരമായ സംരക്ഷണം നൽകാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. 72 മതേതര ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ പുനഃസ്ഥാപിച്ചതും ശത്രു സ്വത്ത് നിയമം പരിഷ്കരിച്ചതും ഹിന്ദുക്കൾക്ക് തങ്ങളുടെ പിടിച്ചെടുക്കപ്പെട്ട ഭൂമി തിരികെ ലഭിക്കാൻ സഹായം ചെയ്തു. ഹസീനയുടെ കാലത്ത് ഹിന്ദുക്കൾക്ക് ഭരണയന്ത്രത്തിൽ വലിയ സ്ഥാനങ്ങൾ ലഭിച്ചു എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. ചീഫ് ജസ്റ്റിസ് പദവിയിൽ വരെ ഒരു ഹിന്ദു എത്തിയത് ഹസീനയുടെ കാലത്ത് തന്നെയാണ്. ഇത്തരത്തിലുള്ള ഔദ്യോഗിക പരിഗണനകൾ ഹിന്ദുക്കൾക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകിയിരുന്നു ബംഗ്ലാദേശിൽ ജീവിച്ചു പോകാൻ വേണ്ടി. എന്നിരുന്നാലും ഈ സംരക്ഷണം കേവലം ഒരു രാഷ്ട്രീയ കവചം മാത്രമായിരുന്നു എന്ന് ഇപ്പോഴത്തെ സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഹസീനയുടെ സംരക്ഷണം ലഭിച്ചിരുന്നതിനാൽ തന്നെ അവർക്കെതിരെയുള്ള ജനരോഷം സ്വാഭാവികമായും ഹിന്ദുക്കൾക്ക് നേരെയും തിരിയുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. അതാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്നത്. ഹസീനയുടെ കാലത്ത് പോലും പ്രാദേശിക അവാമി ലീഗ് നേതാക്കൾ ഹിന്ദുക്കളുടെ ഭൂമി തട്ടിയെടുത്തു എന്ന പരാതികൾ ഉയർന്നു വന്നിരുന്നു. അതായത് മുകൾ തട്ടിൽ ഹസീന നൽകിയ സംരക്ഷണം താഴെ തട്ടിൽ പലപ്പോഴും വിവേചനരഹിതമായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. 2001 അക്രമങ്ങൾ ആവർത്തിക്കപ്പെടുമോ എന്ന ഭീതിയിലാണ് ഇന്നും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഓരോ ദിവസവും കഴിഞ്ഞു കൂടുന്നത് എന്നത്
ഏറെ ആശങ്കാജനകമായിട്ടുള്ള കാര്യം തന്നെയാണ്. ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യയുടെ ഗ്രാഫ് പരിശോധിച്ചാൽ ആ രാജ്യം നേരിടുന്ന മാറ്റം വളരെ വ്യക്തവുമാണ്. 47-ൽ ഏകദേശം 28% ഹിന്ദു ജനസംഖ്യ ഇന്ന് 8% താഴെയായി കുറഞ്ഞിട്ടുണ്ട്. നിരന്തരമായ പീഡനങ്ങളും ഭയവും കാരണം വലിയൊരു വിഭാഗം ഇന്ത്യയിലേക്ക് കുടിയേറാൻ നിർബന്ധിതരായി. ഹസീനയുടെ കാലത്ത് ഈ കുടിയേറ്റത്തിന് നേരിയ കുറവുണ്ടായെങ്കിലും നിലവിലെ രാഷ്ട്രീയ അസ്ഥിരത പഴയ ഭീതിയെ വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ് എന്നത് പറയാതെ വയ്യ. ഒരു ഭരണകൂടത്തിന്റെ തണലില്ലാതെ സ്വന്തം അവകാശങ്ങളോടെ സുരക്ഷിതമായി ജീവിക്കാൻ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ഇന്നും സാധിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യത്തെയാണ് നമ്മൾ ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. അപ്പോൾ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ നേരിടുന്ന ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് എന്തായാലും കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.